ഗുഡ് മോർണിംഗ്. ഈ ഒരു സെക്ഷനിൽ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലെ വേറൊരു കൺസെപ്റ്റാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, സോഫ്റ്റ്വെയർ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പല ഫേസിലൂടെ പല സ്റ്റെപ്സിലൂടെ നമുക്ക് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നതും എന്താണ്, ഏതൊക്കെയാണ് സ്റ്റെപ്സ്, ഏതൊക്കെ സ്റ്റെപ്സിലൂടെയാണ് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഈസ് എ സെറ്റ് ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ് ആൻഡ് ടാസ്ക് ദാറ്റ് ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ സിസ്റ്റം. അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്ക്, ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുക, സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്, ഇപ്പോൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞത് എന്താണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. അതെന്താണ്, അതും ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഫേസുകളാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ പറഞ്ഞു ഒരുപാട് ഫേസിലൂടെ പാസ് ചെയ്താലേ നമുക്കൊരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതും എന്താണ്, സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഫേസസ് ആണ്. അപ്പോൾ ഈ ഓരോ കൺസെപ്റ്റും ഇതുവരെ നമ്മൾ ഹാൻഡിൽ ചെയ്ത ഓരോ കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിലും എല്ലാ സ്റ്റെപ്സും എന്താണ്, ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ പലതും പല പേരിലാണ് പറയുന്നതെന്നുള്ളൂ. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്തിരുന്നു, കുറച്ച് ഫേസിലൂടെ പാസ് ചെയ്തിട്ടാണ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക. റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈനിങ്, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതേ കാര്യം തന്നെയാണ് ഇന്നലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ പറഞ്ഞത്. എന്തായിരുന്നു, അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം, പ്ലാൻ ദി പ്രോബ്ലം, ക്യാരി ഔട്ട് ദ പ്ലാൻ, എക്സാമിൻ ദ റിസൾട്ട്. സെയിം കാര്യം തന്നെയല്ലേ. അതിൻ്റെയൊക്കെ ബ്രാക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നു കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനാലിസിസ്, ഡിസൈനിങ് ആൻഡ് മോഡലിംഗ് എന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും സ്റ്റെപ്സും ഒരേ കൺസെപ്റ്റാണ് പറയുന്നത്, പക്ഷെ ഡിഫറെൻറ്റ് നെയിംസിലൂടെ അത് സ്പെസിഫൈ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നതും എന്താണ്, ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്ക്, അതിനെയാണ് സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയാം. എ സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്ക് ഈസ് എ സ്റ്റാൻഡേർഡ് കൺസെപ്ച്വൽ ജനറിക് പ്രോസസ് മോഡൽ ഓഫ് എ കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജനറിക് പ്രോസസ് മോഡലാണ്. അതൊരു സ്റ്റാൻഡേർഡ് മോഡലാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് മോഡലാണ് ഒരുവിധം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിനൊക്കെ യൂസ് ചെയ്യാം. കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് മോഡലാണ് സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ആക്ഷൻസ്, ടാസ്ക്. സോഫ്റ്റ്വെയർ പ്രോസസ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ജനറിക് പ്രോസസ് മോഡൽ. എന്തിനു വേണ്ടിയിട്ടാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്, ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ജനറിക് പ്രോസസ് ഫ്രെയിംവർക്ക് 5 ആക്ടിവിറ്റീസാണ് മെയിനായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. അത് ഏതൊരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ലാർജ് പ്രൊജക്റ്റാണ് അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, ഏത് എൻവിറോൺമെൻറ്റിലുള്ള പ്രൊജക്റ്റ് ആണെങ്കിലും, ഏത് തരത്തിലുള്ള, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മീഡിയം ആണെങ്കിലും ഒക്കെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 5 ആക്ടിവിറ്റീസാണ് ജനറിക് പ്രോസസ് ഫ്രെയിംവർക്കിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ് കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ റിക്വയർമെൻറ്റ് അനാലിസിസും അതേപോലെ അണ്ടർസ്റ്റാൻഡ് ദി പ്രോബ്ലം തന്നെയാണ് കമ്മ്യൂണിക്കേഷനിലും പറയുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു കസ്റ്റമർ എന്ത് ചെയ്യണം, കസ്റ്റമർ അല്ലെങ്കിൽ യൂസർ സോഫ്റ്റ്വെയർ ഡെവലപ്പറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുതന്നെയാണ് സെയിം കൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ. Before any technical work can commence, it is critically important to communicate and collaborate with the customer. അപ്പോൾ ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരുടെ കയ്യിലുള്ള ഡാറ്റാസൊക്കെ നമ്മൾ കളക്ട് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്താണ് ആവശ്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനാവശ്യമായ റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഗ്യാദർ ചെയ്ത് വെക്കണം, നമ്മൾ ഒരുക്കൂട്ടണം. അതിൻ്റെ രീതിയിലുള്ള സോഫ്റ്റ്വെയർ, ആ ഫീച്ചേഴ്സും ആ ഫങ്ഷൻസും ഉള്ള സോഫ്റ്റ്വെയർ ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ.
രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? പ്ലാനിങ് എനി കോംപ്ലിക്കേറ്റഡ് ജേർണി ക്യാൻ ബി സിംപ്ലിഫൈഡ് ഇഫ് എ മാപ്പ് എക്സിസ്റ്റ്. എ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ഈസ് എ കോംപ്ലിക്കേറ്റഡ് ജേർണി ആൻഡ് ദ പ്ലാനിങ് ആക്ടിവിറ്റി ക്രിയേറ്റ്സ് എ മാപ്പ് ദാറ്റ് ഹെൽപ്സ് ഗൈഡ് ദ ടീം ആസ് ഇറ്റ് മേക്സ് ദ ജേർണി. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകേണ്ടതിന് മുന്നേ നമുക്കതിൻ്റെ കറക്റ്റ് റൂട്ട് അറിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിലൂടെ യാത്ര ചെയ്യാം. വഴി അറിയാണ്ട് ഇതിലൂടെയൊക്കെ പോകുന്ന മാതിരിയല്ലല്ലോ നമ്മൾ മുന്നേ പ്ലാൻ ചെയ്ത് പോണത്, അറിഞ്ഞു പോകുന്നത്. അപ്പോൾ അതുപോലെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് ഏതിലൂടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ സെക്ഷനിൽ നമ്മൾ പറഞ്ഞു പ്ലാൻ, ആ ഒരു സൊല്യൂഷന് വേണ്ട പ്ലാൻ എന്താണെന്നുള്ളത് കണ്ടെത്തണം എന്നുള്ളത്. സെയിം സ്റ്റെപ്പാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ എന്താണ്? സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് പ്ലാൻ ആണ്. ഡിഫൈൻസ് ദ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് വർക്ക് ബൈ ഡിസ്ക്രൈബിംഗ് ദ ടെക്നിക്കൽ ടാസ്ക് ടു ബി കണ്ടക്റ്റഡ്. എന്തെല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ള ടാസ്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യണം. അതേപോലെ ദ റിസ്ക് ദാറ്റ് ആർ ലൈക്ക്ലി, എന്തെല്ലാം റിസ്കുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ദ റിസോഴ്സസ് ദാറ്റ് വിൽ ബി റിക്വയർഡ്, ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം റിസോഴ്സസ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പം നമുക്ക് നമ്മളെ കയ്യിലുള്ള ഈ സാധനങ്ങൾ മതിയാവില്ല, റിസോഴ്സസ് മതിയാവില്ല. നമുക്ക് എക്സ്ട്രാ ചിലപ്പോൾ അഡീഷണലായിട്ട് റിസോഴ്സസൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മുന്നേ പ്ലാൻ ചെയ്ത് വെക്കുക. ദ വർക്ക് പ്രൊഡക്ട്സ് ടു ബി പ്രൊഡ്യൂസ്ഡ്, എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. ആൻഡ് എ വർക്ക് ഷെഡ്യൂൾ, എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോയാലാണ് നമുക്ക് ഈ പറഞ്ഞ ടൈമിൻ്റെ ഉള്ളിൽ, പറഞ്ഞ കോസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ഒരു സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം. അതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി, പ്ലാനിങ്. മൂന്നാമത്തെ ആക്ടിവിറ്റി വന്നിട്ട് മോഡലിംഗ്. നമ്മൾ ഡിസൈനിങ് ഫേസ് എന്ന് പറഞ്ഞില്ലേ, സെയിം കൺസെപ്റ്റാണ് മോഡലിംഗ്. Modeling involves creation of models that allow the developer and customer better understand software requirements and the design that will achieve those requirements. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ വന്നിട്ടാണ് ഡെവലപ്പർക്കും കസ്റ്റമർക്കും ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതേപോലെ ആ റിക്വയർമെൻറ്റ്സ് എല്ലാം ചേർത്തിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒക്കെ ഒരു ആക്ടിവിറ്റിയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബ്ലൂ പ്രിൻ്റ് പോലെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് എന്ത്, മോഡലിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് നാലാമത്തെ സ്റ്റെപ്പാണ് കൺസ്ട്രക്ഷൻ. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൺസ്ട്രക്ഷനാണ്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കോഡ് ജനറേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുക. അപ്പോൾ കോഡിങ് നമ്മൾ ബ്ലൂ പ്രിൻറ്റിലേക്ക് നമ്മൾ പ്ലാൻ ക്യാരി ഔട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതന്നെ നമ്മൾ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മൾ കോഡ് കൊടുക്കുകയാണ്, പ്രോഗ്രാം എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ അതെന്തായി, കോഡ് ജനറേറ്റിംഗ്, അത് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ടെസ്റ്റിങ് ചെയ്യണം അല്ലേ, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ എറേഴ്സിനൊക്കെ പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടെസ്റ്റിങ്ങും കൂടെ ചെയ്യാം. അപ്പോൾ കോഡ് ജനറേഷനും ടെസ്റ്റിങ്ങും കൂടെ നടത്തുന്ന ആക്ടിവിറ്റിയെയാണ് കൺസ്ട്രക്ഷൻ എന്ന് പറയാം. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിപ്ലോയ്മെൻ്റ് ആണ്. ഡിപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ യൂസർക്ക് കൊടുത്തു. യൂസർ എന്ത് ചെയ്യും, അവർ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഫങ്ഷൻസും റിക്വയർമെൻറ്റ്സൊക്കെ ഈ സോഫ്റ്റ്വെയറിൽ ഉണ്ടോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യും. ആ ഇവാലുവേറ്റ് ചെയ്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്പർക്ക് എന്ത് ചെയ്യും, തരും. അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വീണ്ടും റീചെക്ക് ചെയ്ത് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം. അവർ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് അവിടെ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് പറയാം. പിന്നെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നെക്സ്റ്റ് ഇയർ വരുമ്പോൾ അവർക്ക് വേറെ റിക്വയർമെൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർ നമ്മളെ അപ്രോച്ച് ചെയ്താൽ നമ്മൾ വീണ്ടും അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക, പുതിയ ഫീച്ചേഴ്സ് അവർ പറഞ്ഞത് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്തും കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിനെയാണ്, അതായത് ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് ആയ പ്രൊജക്റ്റ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പാർഷ്യലി കംപ്ലീറ്റ് ആയ സോഫ്റ്റ്വെയറിനെ നമ്മൾ കസ്റ്റമർക്ക് അവർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കും. ആ ഇവാലുവേഷനിലൂടെ അവരെന്ത് ചെയ്യും, അവരുടെ ഫീഡ്ബാക്ക് നമുക്ക് തരും. ആ ഒരു ആക്ടിവിറ്റിനെയാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ 5 ആക്ടിവിറ്റീസാണ് ജനറിക് പ്രോസസ് ഫ്രെയിംവർക്കിൽ ഉള്ളത്. കമ്മ്യൂണിക്കേഷൻ, പ്ലാനിംഗ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ, ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ നോക്കുക, അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 5 ജനറിക് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം, സ്മോൾ ആയിട്ടുള്ള
സിമ്പിൾ പ്രോഗ്രാംസ്, ദ ക്രിയേഷൻ ഓഫ് ലാർജ് വെബ് ആപ്ലിക്കേഷൻസ്, വലിയ വലിയ വെബ് ആപ്ലിക്കേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ ഫോർ ദ എഞ്ചിനീയറിംഗ് ഓഫ് ലാർജ് കോംപ്ലക്സ് കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ്. അപ്പോൾ ചെറുതും സിമ്പിളായിട്ടുള്ള പ്രോഗ്രാംസിന് യൂസ് ചെയ്യാം. വെബ് ആപ്ലിക്കേഷനിൽ വലിയ വലിയ വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് സിസ്റ്റംസ്, അത് ലാർജ്ഡ് ആണെങ്കിലും കോംപ്ലക്സ് ആണെങ്കിലും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് പ്രോസസ്സിലൊക്കെ നമുക്ക് ഈ ഒരു ജനറിക് ഫ്രെയിം വർക്ക്, ഈ ഒരു 5 സ്റ്റെപ്പിലൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഫോർ മെനി സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആർ അപ്ലൈഡ് ഇറ്ററേറ്റീവ്ലി ആസ് എ പ്രൊജക്റ്റ് പ്രോഗ്രസ്സസ്. അപ്പോൾ പല രീതിയിലും നമുക്ക് ഈ സ്റ്റെപ്സിനെ യൂസ് ചെയ്യാം. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതായത് ഈ പറഞ്ഞ അതേ ഫേസിലൂടെ തന്നെ പാസ് ചെയ്ത് ഐട്രേറ്റീവായിട്ടും യൂസ് ചെയ്യാം. ഐട്രേറ്റീവ് പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ഫേസിൽ തന്നെ വീണ്ടും ചെയ്യുക. ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ട് മോഡലിങ്ങിലേക്ക്, ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തി ഫസ്റ്റ് സ്റ്റെപ്പ്, പിന്നെ നമ്മൾ പ്ലാനിങ്ങിലേക്ക് പോയി. പിന്നെ പ്ലാനിങ്ങിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കമ്മ്യൂണിക്കേഷനിലേക്ക് തന്നെ വരാം. അപ്പോൾ അങ്ങനെ ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്, ഇങ്ങനെ അവിടെ തന്നെ ലൂപ്പ് ചെയ്യുക. നമ്മൾ ലൂപ്പ് എന്ന് പറയില്ലേ, അവിടെ തന്നെ ഇങ്ങനെ കറങ്ങുക. അപ്പോൾ അങ്ങനെയും എന്ത് ചെയ്യാം, നമുക്ക് പ്രൊജക്റ്റിനെ പ്രോഗ്രസ് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, മോഡലിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ആർ അപ്ലൈഡ് റിപ്പീറ്റഡ്ലി ത്രൂ എ നമ്പർ ഓഫ് പ്രൊജക്റ്റ് ഐട്രേഷൻസ്. അപ്പോൾ ഇങ്ങനെ പ്രൊജക്റ്റ് ഐട്രേഷൻസിന് വേണ്ടിയിട്ട്, പ്രൊജക്റ്റ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഈ സൈക്കിൾ, ഈ സ്റ്റെപ്സിലൂടെ തന്നെ പാസ് ചെയ്യാൻ പറ്റും. Each project iteration produces a software increment that provides stakeholders with a subset of overall software features and functionality. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഐട്രേഷൻ നടക്കുമ്പോഴും കുറച്ചും കൂടെ ഫീച്ചേർഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കിട്ടുക. അതായത് ഒന്നും കൂടി ഇൻക്രിമെൻ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫോർ ലൂപ്പൊക്കെ ഇടുമ്പോൾ നമ്മൾ പറയലില്ലേ, അതിൽ നമ്മൾ കണ്ടീഷൻ കൊടുക്കും I++. അതായത് ആ കണ്ടീഷൻ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, I++, അതിനൊന്നും കൂടെ ഇൻക്രിമെൻറ്റ് ചെയ്യണം എന്ന് പറയലുണ്ട്. കണ്ടീഷൻ തെറ്റാവുമ്പോൾ മാത്രമേ ലൂപ്പിൽ നിന്ന് പുറത്ത് പോവാറുള്ളൂ. അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ, ഈ ഒരു സ്റ്റെപ്സിൽ ഇത് നമുക്ക് ഇങ്ങനെ പ്രൊജക്റ്റ് സോഫ്റ്റ്വെയർ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാം, ഐട്രേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ഐട്രേഷനിലും നമുക്കൊന്നും കൂടെ മെച്ചപ്പെട്ട ഒരു ക്വാളിറ്റി ഉള്ള സോഫ്റ്റ്വെയർ ആവും കിട്ടിയിട്ടുണ്ടാവുക. അതിനെയാണ് ഈ സോഫ്റ്റ്വെയർ ഇൻക്രിമെൻറ്റ്, ഇങ്ങനെ കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. അതെന്ത് ചെയ്യാം, നമുക്ക് ഈ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അവർ പറഞ്ഞ ഫീച്ചേഴ്സും ഫങ്ഷനാലിറ്റി ഒക്കെ ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യാം. സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയിട്ടേ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നില്ല. അവരെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യിപ്പിക്കാം, ചെക്കും ചെയ്യിപ്പിക്കാം. അവർ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഇപ്പോൾ ഇതിലുണ്ടോ എന്നുള്ളത്. അതിന് ശേഷം നമുക്കത് കൺക്ലൂഡ് ചെയ്താൽ മതി. അങ്ങനെയും ചെയ്യാം. ആസ് ഈച്ച് ഇൻക്രിമെൻറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ദ സോഫ്റ്റ്വെയർ ബിക്കംസ് മോർ ആൻഡ് മോർ കംപ്ലീറ്റ്. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോഴും എന്താണ്, സോഫ്റ്റ്വെയർ കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ്, അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ് ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ആർ കംപ്ലീറ്റഡ് ബൈ എ നമ്പർ ഓഫ് അംബർല ആക്ടിവിറ്റീസ്. അതായത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 5 ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസാണ്. അതിൻ്റെ അണ്ടറിൽ ഒരുപാട് അംബർല ആക്ടിവിറ്റീസ് ഉണ്ട്, കുറേ സബ് ടാസ്കുകളുണ്ട്. അപ്പോൾ വലിയ പ്രൊജക്റ്റിനെ ഹാൻഡിൽ ചെയ്യാനും അതേപോലെ സോഫ്റ്റ്വെയർ ടീമിന് അതിനെ മാനേജ് ചെയ്യാനും അതിൻ്റെ പ്രോഗ്രസ് കൺട്രോൾ ചെയ്യാൻ, അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൽ ചേഞ്ച് വരുത്താൻ, അതിൻ്റെ റിസ്ക് മാനേജ് ചെയ്യാൻ, എല്ലാത്തിനും വേണ്ടിയിട്ട് ഒരുപാട് അംബ്രല്ല ആക്ടിവിറ്റീസ്, അതിൻ്റെ അണ്ടറിൽ ഒരുപാട് സബ് ടാസ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് നമുക്കിനി ഇതിൽ പറയുന്നത്. ടിപ്പിക്കൽ അംബ്രല്ല ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എക്സ്ട്രാ ഉള്ള അംബ്രല്ല ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ അംബ്രല്ല ആക്ടിവിറ്റീസിൽ വരുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ. അതെന്താണ്, സോഫ്റ്റ്വെയർ ടീമിന് സോഫ്റ്റ്വെയർ എത്രത്തോളം ഇങ്ങനെ പ്രോഗ്രസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കാനും അതേപോലെ അതിനെ ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫേസാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ പറ്റുന്ന പറഞ്ഞതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ, അതിൻ്റെ അണ്ടറിൽ വരുന്ന സബ് ടാസ്കുകളാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ allows the software team to access progress against the project plan.
അപ്പോൾ പ്രൊജക്റ്റ് പ്ലാനിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാംസ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതിന് ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് ടേക്ക് എനി നെസസറി ആക്ഷൻ ടു മെയിൻറ്റെയിൻ ദ ഷെഡ്യൂൾ. എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അതിന് വേണ്ട നെസസറി ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. എന്ത് ചെയ്യണം, ഈ സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റ് കറക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യണം, പ്രോഗ്രസ് ആയി മുന്നോട്ട് തന്നെ പോകണം. കറക്റ്റ് ടൈമിൽ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന് ഉറപ്പ് വരുത്താനുള്ള ഫേസാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അടുത്ത അംബ്രല്ല ആക്ടിവിറ്റിയാണ് റിസ്ക് മാനേജ്മെൻറ്റ്. ആക്സസസ് റിസ്ക് ദാറ്റ് മേ അഫക്റ്റ് ദ ഔട്ട്കം ഓഫ് ദ പ്രൊജക്റ്റ് ഓർ ദ ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെ ഔട്ട്പുട്ടിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് എന്തെങ്കിലും റിസ്ക് വരാനുണ്ടോ, എന്തെങ്കിലും റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിൻ്റെ എന്തെങ്കിലും ഒരു ടാസ്ക് ഡിഫിക്കൽട്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ആക്സസ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. ആ ഫേസാണ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്തത് സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷ്യൂറൻസ്. അതായത് ഈ നമ്മൾ ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയറിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഡിഫൈൻസ് ആൻഡ് കണ്ടക്ട്സ് ദ ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു എൻഷുർ സോഫ്റ്റ്വെയർ ക്വാളിറ്റി. അടുത്തതാണ് ടെക്നിക്കൽ റിവ്യൂസ്. Accesses software engineering work products in an effort to uncover and remove errors before they are propagated to the next activity. ടെക്നിക്കൽ റിവ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മളൊരു സെക്ഷൻ ഹാൻഡിൽ ചെയ്താൽ ആ സെക്ഷൻ്റെ റിവ്യൂ അപ്പം തന്നെ, അതായത് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ക്ലിയർ ചെയ്യണം. അതേപോലെയാണ്. അതായത് ഒരു പാർട്ട് കംപ്ലീറ്റ് ആയണമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ കംപ്ലീറ്റ് ആയണമെങ്കിൽ അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിൽ റിവ്യൂ നടത്തണം. ടെക്നിക്കലി ഇതെല്ലാം ഓക്കെ ആണോ എന്നുള്ള റിവ്യൂ നടത്തണം. അത് ഓക്കെ ആയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് കയറുക. അപ്പോൾ അതിന് ശേഷം എല്ലാ ടെക്നിക്കൽ റിവ്യൂസും നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എപ്പോഴും ഇങ്ങനെ റിവ്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ ആണെങ്കിൽ മാത്രം അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോവാം. പിന്നെ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻസ് ആൻഡ് കളക്ട്സ് പ്രോസസ്, project and product measures that assist the team in delivering software that meets stakeholders' needs. Can be used in conjunction with all other framework and umbrella activities. അപ്പോൾ മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ്, പ്രൊജക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ്, ഈ മൂന്നും അതായത് എത്രത്തോളം ആവശ്യമുണ്ട് കസ്റ്റമേഴ്സിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എത്രത്തോളം റിക്വയർമെൻറ്റ്സ് ആവശ്യമുണ്ട്, അതിൻ്റെ എത്രത്തോളം പ്രോസസ്സ് അതേപോലെ പ്രൊജക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടീം, അസിസ്റ്റിംഗ് ടീം, ഡെവലപ്പിംഗ് ടീം എന്നതിൻ്റെ മെഷർമെൻറ്റാണ് പറയുന്നത്. ഒന്ന് ക്ലിയർ അതായത് സിമ്പിൾ കൺസെപ്റ്റാണ്. ഡിഫൈൻസ് ആൻഡ് കളക്ട്സ് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യുക, കളക്ട് ചെയ്യുക. അതേപോലെ പ്രൊജക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് മെഷേഴ്സ് ദാറ്റ് അസിസ്റ്റ് ദ ടീം ഇൻ ഡെലിവറിങ് സോഫ്റ്റ്വെയർ ദാറ്റ് മീറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നീഡ്സ്. അപ്പോൾ ഈ മൂന്നും എത്രത്തോളം ആവശ്യമുണ്ട് അതിനെ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, അതിനെ കളക്ട് ചെയ്യുക. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ ഡെവലപ്പിംഗ് ടീമിന് കസ്റ്റമർ പറഞ്ഞ എല്ലാ നീഡ്സോട് കൂടി തന്നെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്യാൻ ബി യൂസ്ഡ് ഇൻ കൺജക്ഷൻ വിത്ത് ഓൾ അതർ ഫ്രെയിംവർക്ക് ആൻഡ് അംബ്രല്ല ആക്ടിവിറ്റീസ്. ഈ ഒരു കാര്യം നമുക്ക് എല്ലാ ഫേസിലും, എല്ലാ ഒരു സ്റ്റെപ്പിലും, എല്ലാ അംബ്രല്ല ആക്ടിവിറ്റീസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. കാരണം ഇത് നമ്മളാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. എന്തെല്ലാം പ്രോസസ്സാണ് വേണ്ടത്, പ്രൊജക്റ്റ് എന്താണ് വേണ്ടത്, പ്രൊഡക്റ്റ് എന്താണ് വേണ്ടത്, അതൊക്കെ നമ്മളാണ് ഡിഫൈൻ ചെയ്യേണ്ടതും കളക്ട് ചെയ്യേണ്ടതും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കസ്റ്റമർക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു ആക്ടിവിറ്റിയാണ് മെഷർമെൻറ്റ് എന്ന് പറയാം. അടുത്തത് സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്. മാനേജസ് ദ ഇഫക്ട്സ് ഓഫ് ചേഞ്ച് ത്രൂ ഔട്ട് ദ സോഫ്റ്റ്വെയർ പ്രോസസ്സ്. സോഫ്റ്റ്വെയർ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും അതിന് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ, അതിൻ്റെ ഇഫക്ട്സിനെ മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മൾ സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ഫേസിലൂടെ പാസ് ചെയ്യണം. അടുത്തത് റീയൂസബിലിറ്റി മാനേജ്മെൻറ്റ്. റീയൂസബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സോഫ്റ്റ്വെയറൊക്കെ എപ്പോഴും റീയൂസിങ് പോസിബിൾ ആയിരിക്കണം, രണ്ടാമത് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഡിഫൈൻസ് ക്രൈറ്റീരിയ ഫോർ വർക്ക് പ്രൊഡക്റ്റ് റീയൂസ് ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആൻഡ് എസ്റ്റാബ്ലിഷസ് മെക്കാനിസംസ് ടു അച്ചീവ് റീയൂസബിൾ കമ്പോണൻസ്.
അപ്പോൾ നമ്മൾ ഈ വർക്ക് പ്രോഡക്റ്റ്സ് ഒക്കെ രണ്ടാമതും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണെങ്കിൽ കൂടി. അതായത് ഈ സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും വർക്ക് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഒക്കെ എന്താവണം, ഒക്കെ റീയൂസബിൾ ആയിരിക്കണം. അതാണ് റീയൂസബിലിറ്റി മാനേജ്മെൻറ്റ് ഫേസ് പറയുന്നത്. അടുത്ത് പറയുന്നത് വർക്ക് പ്രോഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ encompasses the activities required to create work products such as models, documents, logs, forms and list. അപ്പോൾ ഈ ഒരു ഫേസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ വർക്ക് പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ട ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ആദ്യം അതിനെ മോഡൽ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതൊരു ആക്ടിവിറ്റിയാണ്. അതേപോലെ ഡോക്യുമെൻറ്റ്സ് കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്യണം, ഡോക്യുമെൻറ്റേഷൻ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഡോക്യുമെൻറ്റ്സ്, അതേപോലെ ലോഗ്സ് എന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക, നമ്മൾ ആക്ടിവിറ്റീസിനൊക്കെ റെക്കോർഡ് ചെയ്തതിനെയാണ് ലോഗ്സ് എന്ന് പറയുക. അതേപോലെ ഫോമുകൾ, നമ്മൾ ഫോം എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഇപ്പോൾ യൂസർ നെയിം, പാസ്വേഡ് എന്നൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കുന്നത് എന്തിലാണ്, ഒരു ഫോമാണ് അതിന്. അപ്പോൾ അത് നമ്മൾ സബ്മിറ്റ് അല്ലെങ്കിൽ ലോഗിൻ എന്നുള്ള ബട്ടൺ കൊടുക്കുമ്പോൾ അടുത്ത ഫോമിലേക്കാണ് പോണത്, അടുത്ത പേജ് നമുക്ക് ഓപ്പൺ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഫോംസും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം, ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു ഫേസിലൂടെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. ആ ഫേസാണ് വർക്ക് പ്രോഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സബ് ടാസ്കുകളും ഒക്കെ ഇതിൽ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫ്രെയിം വർക്കിൽ വരുന്നുണ്ട്. അപ്പം എടുത്തു പറഞ്ഞ കുറച്ച് അംബ്രല്ല ആക്ടിവിറ്റീസാണ് സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് ട്രാക്കിംഗ് ആൻഡ് കൺട്രോൾ, റിസ്ക് മാനേജ്മെൻറ്റ്, സോഫ്റ്റ്വെയർ ക്വാളിറ്റി അഷുറൻസ്, ടെക്നിക്കൽ റിവ്യൂസ്, മെഷർമെൻറ്റ്, സോഫ്റ്റ്വെയർ കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, റീയൂസബിലിറ്റി മാനേജ്മെൻറ്റ്, വർക്ക് പ്രൊഡക്റ്റ് പ്രിപ്പറേഷൻ ആൻഡ് പ്രൊഡക്ഷൻ. അടുത്തത് ഈ കാണിക്കുന്നത്, ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒറ്റ ഡയഗ്രത്തിൽ കാണിച്ചതാണ്. സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് ജനറിക് പ്രോസസ് ഫ്രെയിം വർക്ക്. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സാണ് നമ്മൾ പുറത്ത് കണ്ടത്. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു പ്രോസസ്സ് ഫ്രെയിം വർക്ക് ഒരുപാട് ഫേസസിലൂടെ പാസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എന്ത് വരും, അംബ്രല്ല ആക്ടിവിറ്റീസ്, ഒരുപാട് ടാസ്ക് സെറ്റുകൾ വരും. അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഫസ്റ്റ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി, അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻ. അപ്പോൾ അതായത് ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കിൽ വരെ ഇത്രയും സ്റ്റെപ്സ് എന്ത് ചെയ്യണം, നമ്മൾ പാസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം വർക്ക് ആക്ടിവിറ്റിയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റി 1 ഉണ്ട്. അതിലെന്താണ്, വർക്ക് ടാസ്ക്, എന്തെല്ലാം ടാസ്കുകൾ ചെയ്യണം, വർക്ക് പ്രൊഡക്ട്സ്, എന്തെല്ലാം പ്രൊഡക്ട്സ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യണം, ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ എന്തൊക്കെ യൂസ് ചെയ്യണം, അതേപോലെ പ്രൊജക്റ്റ് മൈൽ സ്റ്റോൺസ്, പ്രൊജക്റ്റ് എത്രത്തോളം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ചേർന്നാൽ ഒരു ടാസ്ക് സെറ്റായി. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷനായി. അടുത്ത വന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആക്ഷൻ പെർഫോം ചെയ്യണം. അങ്ങനെ അപ്പോൾ ആ ഒരു എത്രയും വരാം അതിൻ്റെ ഉള്ളിൽ, അതൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിരിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ കാര്യങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴും ഈ ഫേസിലൂടെയൊക്കെ പാസ് ചെയ്യണം. അത്രയും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഫസ്റ്റ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും ടാസ്ക് സെറ്റ് വേണ്ടി വരും, പിന്നെ അടുത്ത ഫ്രെയിം വർക്ക് ഉണ്ടാക്കുമ്പോൾ വേറെയും കുറേ ടാസ്ക് സെറ്റ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എത്രയാണോ ഫ്രെയിം വർക്ക് വേണ്ടി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ആ സോഫ്റ്റ്വെയർ കസ്റ്റമർ പറഞ്ഞ നീഡ്സ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതെല്ലാം ചേർന്നാൽ എന്തായി, അംബ്രല്ല ആക്ടിവിറ്റീസായി. അംബ്രല്ല ആക്ടിവിറ്റീസാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ കുറേ പോയിൻ്റ് ഔട്ട് ചെയ്തില്ലത്. അപ്പോൾ അതെല്ലാം ചേർന്നാൽ അംബ്രല്ല ആക്ടിവിറ്റീസായി. ആ അംബ്രല്ല ആക്ടിവിറ്റീസ് എല്ലാം ചേർന്നാൽ പ്രോസസ് ഫ്രെയിം വർക്കായി. നമ്മൾ നേരത്തെ പറഞ്ഞ മെയിനായിട്ടുള്ള 5 ആക്ടിവിറ്റീസ് പഠിച്ചില്ലേ, അതായി. അത് കഴിഞ്ഞാൽ അതെല്ലാം ചേർന്നാൽ സോഫ്റ്റ്വെയർ പ്രോസസ്സായി. ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് കിട്ടും, ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ടാസ്കുകൾ, മൈന്യൂട്ടായിട്ടുള്ള ടാസ്കുകളൊക്കെ, ഒരുപാട് ടാസ്കുകൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കിട്ടുന്നത്. ഇനി നോക്കുക, ഫ്രെയിം വർക്ക് ആക്ടിവിറ്റി ഒരുപാടുണ്ട് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് ആക്ടിവിറ്റീൻ്റെ സ്റ്റെപ്സും നമ്മൾ പഠിച്ചു. 5 ആക്ടിവിറ്റീസാണ് മെയിനായിട്ടുള്ളത് എന്ന്. അത് പല രീതിയിലാവാം. പ്രോസസ്സിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് പല രീതിയിലാവാം. അപ്പോൾ അതിൽ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടൈപ്സ് ഓഫ് പ്രോസസ് ഫ്ലോ ആണ്. ഫസ്റ്റ്, ലീനിയർ പ്രോസസ് ഫ്ലോ. A linear process flow executes each of the 5 framework activities in sequence, beginning with the communication and culminating with the deployment.
അപ്പോൾ ലീനിയർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒറ്റ നേർക്ക് അങ്ങോട്ട് പോവുക എന്നാണ് അർത്ഥം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ 5 ഫ്രെയിംവർക്ക് ആക്ടിവിറ്റീസ് ബിഗിനിങ് എവിടെ നിന്നാണ്, കമ്മ്യൂണിക്കേഷനിൽ തുടങ്ങി എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ടെർമിനേറ്റ് ചെയ്യുന്നത് ഡിപ്ലോയ്മെൻറ്റിലാണ്. അപ്പോൾ ഇതിനെയാണ് ലീനിയർ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. നേരെ വഴി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പ്ലാൻ ചെയ്തു, മോഡൽ ചെയ്തു, കൺസ്ട്രക്റ്റ് ചെയ്തു, ഡിപ്ലോയ്മെൻറ്റ്. അതായത് ഡിപ്ലോയ്മെൻറ്റ് കസ്റ്റമർക്ക് കൊടുത്തു, കസ്റ്റമർ അത് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് തന്നു, അതാണ് ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ലീനിയർ ആയിട്ട് സ്റ്റെപ്പ് പോകുന്നതിനെയാണ് ലീനിയർ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. ലീനിയർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്തത് എന്ന് പറയാം. അടുത്ത പ്രോസസ് ഫ്ലോ ആണ് ഐട്രേറ്റീവ് പ്രോസസ് ഫ്ലോ. An iterative process flow repeats one or more of the activities before proceeding to the next. ഐട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ലൂപ്പാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, അവിടെ തന്നെ കറങ്ങുക. അപ്പോൾ ഒരു സ്റ്റെപ്പ് ചിലപ്പോൾ ഒന്നിലേറെ തവണ കറങ്ങിയിട്ടായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതിനെയാണ് ഐട്രേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഐട്രേറ്റീവിൽ ഇവിടെ നോക്കുക, ആദ്യം കമ്മ്യൂണിക്കേഷൻ തുടങ്ങി, കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് പ്ലാനിങ്ങിലേക്ക് പോയി, പ്ലാനിങ്ങിൽ നിന്ന് നമുക്ക് മോഡലിങ്ങിലേക്ക് പോകാം, അതിൻ്റെ കൂടെ തന്നെ എന്തും കൂടെ ചെയ്തു, പ്ലാനിങ്ങിൽ നിന്ന് വീണ്ടും കമ്മ്യൂണിക്കേഷനിൽ പോയി. അപ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്ന് തോന്നിയിട്ടുണ്ടാവും, ഒന്നും കൂടെ എന്ത് ചെയ്യാൻ, റിക്വയർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, ഗ്യാദർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിലേക്ക് പോയി. പിന്നെ എന്ത് ചെയ്തു, മോഡലിങ്ങിൽ പോയി. മോഡലിങ്ങിൽ തന്നെ 2 പ്രാവശ്യം കറങ്ങി. അത് മീൻസ് മോഡലിങ്ങിന് ആദ്യം ഒന്ന് ഫുള്ള് കംപ്ലീറ്റായി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും മോഡലിംഗ് ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തു. പിന്നെ കൺസ്ട്രക്ഷനിൽ പോയി, കൺസ്ട്രക്ഷനിൽ വീണ്ടും കണ്ടോ കമ്മ്യൂണിക്കേഷനിക്ക് പോയി. കാരണം കൺസ്ട്രക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതന്നെയാണോ കസ്റ്റമർ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് കസ്റ്റമറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം, സംസാരിക്കാം. ലീനിയറിൽ അതില്ലല്ലോ. ലീനിയറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ നേരെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ചെയ്ത യൂസർക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് അവരുടെ ഫീഡ്ബാക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെയോ, കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ പാക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒന്നും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അതാണ് വീണ്ടും അങ്ങോട്ടേക്ക് പോയത് ആരോ. പിന്നെ എന്ത് ചെയ്തു, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് പോയിട്ട് അങ്ങോട്ട് സോഫ്റ്റ്വെയർ കസ്റ്റമർക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ് ഫ്ലോനെയാണ് ഐട്രേറ്റീവ് പ്രോസസ് ഫ്ലോ എന്ന് പറയാം. അടുത്തത് ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ ആണ്. ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ എക്സിക്യൂട്ട്സ് ദ ആക്ടിവിറ്റീസ് ഇൻ എ സർക്കുലർ മാനർ. സർക്കുലർ ആണത്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. Each circuit through the 5 activities leads to a more complete version of the software. അപ്പോൾ ഓരോ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ ഫേസസ് കഴിയുമ്പോഴും കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷനിൽ തുടങ്ങി, പ്ലാനിങ്ങിലേക്ക് പോയി, മോഡലിങ്ങിലേക്ക് പോയി, കൺസ്ട്രക്ഷനിൽ വന്നു, ഡിപ്ലോയ്മെൻറ്റിൽ വന്നു. അതായത് നമ്മൾ ആർക്ക് കൊടുത്തു, കസ്റ്റമർക്ക് കൊടുത്തു. അപ്പോൾ കസ്റ്റമർ വീണ്ടും അതിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത സർക്കിൾ തുടങ്ങും, വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, പ്ലാനിങ് ചെയ്യും, മോഡലിംഗ് ചെയ്യും, കൺസ്ട്രക്ഷൻ നടത്തും, ഡിപ്ലോയ്മെൻറ്റിലേക്ക് എത്തി. വീണ്ടും നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കും. കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമുക്കത് അവിടെ എന്ത് ചെയ്യാം, അവിടെ റിലീസ് ചെയ്യാം, ആ ഒരു സോഫ്റ്റ്വെയറിനെ റിലീസ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ വീണ്ടും എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പ്ലാൻ ചെയ്യുക, മോഡൽ ചെയ്യുക, കൺസ്ട്രക്റ്റ് ചെയ്യുക, ഡിപ്ലോയ്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ മാനറിലുള്ള പ്രോസസ് ഫ്ലോനെയാണ് ഇവല്യൂഷണറി പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഓരോ സർക്യൂട്ട് പാസ് ചെയ്യുമ്പോഴും അതിങ്ങനെ കൂടുതൽ ഇവോൾവ് ചെയ്ത് വരികയാണ്, കൂടി അതിൻ്റെ പെർഫെക്ഷൻ കൂടി വരികയാണ്. അടുത്തത് പാരലൽ പ്രോസസ് ഫ്ലോ. പാരലൽ ഫ്ലോ എക്സിക്യൂട്ട്സ് 1 or more activities in parallel with other activities. പാരലൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരുമിച്ച് എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരു ഫേസും മറ്റൊരു ഫേസും ആക്ടിവിറ്റിയും ഒരേപോലെ എന്ത് ചെയ്യുന്നുണ്ടാവും, കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് മോഡലിംഗ് ഫോർ വൺ ആസ്പെക്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ മസ്റ്റ് ബി എക്സിക്യൂട്ടഡ് ഇൻ പാരലൽ വിത്ത് കൺസ്ട്രക്ഷൻ ഓഫ് അനദർ ആസ്പെക്റ്റ് ഓഫ് ദ സോഫ്റ്റ്വെയർ. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയറിന് എന്ത് ചെയ്യാം, അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റിൽ നമുക്കിപ്പോൾ 4 മൊഡ്യൂൾ 5 മൊഡ്യൂളൊക്കെ ആക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ആ സെക്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഓരോ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആക്കുകയാണ് നല്ലത്, എപ്പോഴും ബെറ്റർ. എല്ലാ മൊഡ്യൂളും അവിടെ ഇവിടെയും തൊട്ട് കംപ്ലീറ്റ് ആക്കുന്നതിലേറെ ഓരോ മൊഡ്യൂൾസ് ആക്കി കംപ്ലീറ്റ് ആക്കുക, ഓരോ പാർട്ടാക്കി കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ ഈ ഫസ്റ്റ് പാർട്ടിനെ നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് ഇടാം, രണ്ടാമത്തെ പാർട്ടിനെ നമുക്ക് ഡിസൈൻ ചെയ്യൽ തുടങ്ങാം. അപ്പോൾ അത് രണ്ടും പാരലായിട്ട് നടക്കുന്നുണ്ടാവും.
ഫസ്റ്റ് മൊഡ്യൂളിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, രണ്ടാമത്തെ മൊഡ്യൂളിനെ നമ്മൾ ഡിസൈനിങ് തുടങ്ങി. ഇനിയിപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളിനെ നമ്മൾ കോഡിങ് തുടങ്ങിയെങ്കിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഡിസൈനിങ് ഫേസിലേക്ക് ഇടാം. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളല്ല ചെയ്യുന്നത്, ഇതൊരു ഓർഗനൈസേഷനാണ് ചെയ്യുന്നത്. ഡിസൈൻ ചെയ്യുന്നത് ഡിസൈനിങ് ടീമാണ് മെയിൻ. അതേപോലെ അത് കോഡ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സാണ്, പ്രോഗ്രാമേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ടെസ്റ്റിംഗ് ടീമാണ്, ടെസ്റ്റേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഓരോ ടീം, അത് കംപ്ലീറ്റ് മാനേജ് ചെയ്യുന്നത് മാനേജേഴ്സാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഒരേപോലെ ഷെഡ്യൂൾ ചെയ്ത് പോയാൽ നമുക്കത് ടൈമിന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ പാരലായിട്ട് ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളെ ഈ ഒരു ആക്ടിവിറ്റീസ് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പ്ലാൻ ചെയ്തു, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന്ന് മോഡലിങ്ങിലേക്ക് വരുന്നുണ്ട്. അതേപോലെ പ്ലാനിങ്ങിൽ നിന്ന് മോഡലിങ്ങിലേക്ക് വരുന്നുണ്ട്, മോഡലിങ്ങിൽ നിന്ന് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നുണ്ട്, അതേപോലെ കൺസ്ട്രക്ഷനിൽ നിന്ന് ഡിപ്ലോയ്മെൻറ്റിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ മോഡലിംഗ് എന്നുള്ള ഫേസ് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെയ്ത് നോക്കുന്നുണ്ട്. അതേപോലെ പ്ലാനിങ് കഴിഞ്ഞിട്ടും മോഡലിംഗ് എന്നുള്ള ഫേസ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആദ്യം പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിലൂടെ ഉണ്ടാക്കിയ മോഡലിംഗ് ചിലപ്പോൾ പ്ലാൻ ചെയ്തത് പോലെ തന്നെ ഉള്ള മോഡലാണെന്നുണ്ടെങ്കിൽ അത് തന്നെ എന്ത് ചെയ്യാം, അവർക്ക് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ ഒന്നും കൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതാണ് പാരലൽ പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഒന്നിലേറെ ആക്ടിവിറ്റീസ് അറ്റ് എ ടൈമിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോകാൻ പറ്റുക, അതിനെയാണ് പാരലൽ പ്രോസസ് ഫ്ലോ എന്ന് പറയുക. അപ്പം ഇത്രയാണ് നമ്മളെ ഫ്രെയിം വർക്കിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ് ഫ്ലോ എന്ന് പറയുന്നത്. താങ്ക് യു.